ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ AC വർക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ AC വർക്ക് ചെയ്യുന്നില്ല. AC ഇടുന്ന സമയത്ത് ചൂട് കാറ്റ് വരുന്ന, അല്ലെങ്കിൽ സാധാരണ കാറ്റ് മാത്രം വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം? ആദ്യം നമ്മളിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ ആദ്യം ഓടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാതെ നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാനും കാണിച്ചു തരാനും വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ AC-യുടെ വെൻറ്റ്, ഈ ഒരു ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പം ഹീറ്റിലാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് മേളിൽ ഈ പോർഷനിൽ വല്ലതും ആരെങ്കിലും മാറ്റിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം, അതായത് ചൂട് കാറ്റായിരിക്കും വരുന്നത്, ഒരിക്കലും തണുപ്പ് വരത്തില്ല. ഇനി അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലോവർ ഫാന്. അതായത് ബ്ലോവർ ഫാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ബ്ലോവർ ഫാന്. ഈ ഫാന് നമ്മൾ ഓരോ സ്പീഡിലും, അതായത് ഒന്നിലിട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കാറ്റ് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കുക. അങ്ങനെ കാറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോവർ ഫാൻ ഓക്കെയാണ്, ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ AC-യുടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് AC-യുടെ സ്വിച്ചിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്, ബ്ലോവറിൻ്റെ 1, 2, 3 ഇട്ട് കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യുന്നില്ല, ചിലപ്പോൾ 4ാമത്തെ ഇടുമ്പോൾ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, റെസിസ്റ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ സ്വിച്ചിന് കംപ്ലയിൻറ്റ്, അതായത് ഈ സ്വിച്ച് അല്ല, ഇതിനകത്ത് വേറെ സ്വിച്ച് ഉണ്ട്, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നൊരു റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്ററിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ 1, 2, 3 വർക്ക് ചെയ്യത്തില്ല, 4 മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നാലും ഈ ഒരു പ്രോബ്ലം, സെയിം പ്രോബ്ലം കാണിക്കും. അന്നേരം നമ്മൾ പറയുന്ന AC വർക്ക് ചെയ്തില്ലെന്നാണ്, പക്ഷേ AC-യുടെ ബാക്കിയുള്ള യൂണിറ്റ്സ് എല്ലാം വർക്കിംഗ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ബ്ലോവറിൻ്റെ റെസിസ്റ്റർ മാത്രം വർക്ക് ചെയ്യാതെ വരത്തുള്ളൂ. ഇത് ജസ്റ്റ് ബേസിക് കാര്യം മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും അബദ്ധം പറ്റിയാലോ എന്ന് വിചാരിച്ച് മെയിൻ പോയിന്റ്സിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് AC സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോണറ്റിൽ അല്ലെങ്കിൽ ഹുഡിനകത്ത് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് ഏതായാലും നമ്മുടെ ഹുഡിൻ്റെ അങ്ങോട്ടൊന്ന് പോകാം. നമ്മുടെ ഹുഡൊന്ന് തുറന്നു. നമുക്ക് ഇതിനകത്ത് നോക്കേണ്ട 3 പോയിന്റ്സ് ഞാൻ മെയിനായിട്ടുള്ളത് പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ AC, അല്ലെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈപ്പിൽ ഒരു തണുപ്പുണ്ടോ എന്ന് നോക്കുക. AC ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പൈപ്പ് തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇവിടെ കൈകൊണ്ട് വെറുതെ പ്രസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പിനകത്ത് ഗ്യാസ് ഇല്ല. പ്രസ് ആകുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ചുമ്മാ പ്രസ് ആകുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇല്ല. സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൈപ്പിൽ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം AC-യുടെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റാണ്. നമുക്കിതിനകത്ത് AC-ക്ക് തണുപ്പ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ പൈപ്പിൽ, ഞാൻ ഈ കാണിച്ച പൈപ്പിൽ ഈ പൈപ്പ് തണുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കാം AC-ക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല, AC വർക്കിംഗ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇതിൽ ഞെക്കാൻ പറഞ്ഞത്, അതായത് ഈ ഒരു പൈപ്പിൽ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കും. ഈ പൈപ്പിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല കല്ല് പോലെ ഇരിക്കും. എന്നാൽ ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു പൈപ്പ് ഞെങ്ങുന്ന പോലെ ഞെങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് AC ഗ്യാസ് ഇല്ല, ഗ്യാസ് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാസ് തീർന്നു എന്നാണത് കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ഹുഡിനകത്ത് നോക്കാനുള്ളത് നമ്മുടെ റേഡിയേറ്റർ ഫാൻ. അതായത് ഈ കാണുന്ന ഒരു ഫാന് കണ്ടോ, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാൻ കറങ്ങണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് AC ഓൺ ആക്കുമ്പോൾ ഈ ഫാൻ കറങ്ങണം. ഇത് ശരിക്കും കണ്ടൻസറിനും റേഡിയേറ്ററിനും ഒരേ ഫാൻ തന്നെയാണ് വരുന്നത്. കണ്ടൻസർ വർക്ക് ചെയ്യാനും റേഡിയേറ്റർ വർക്ക് ചെയ്യാനും വേണ്ട ഒറ്റ ഫാനേ ഈ വാഹനത്തിലുള്ളൂ. എന്നാൽ ചില വാഹനങ്ങളിൽ 2 ഫാൻ വരുന്നുണ്ട്. ഒന്ന് റേഡിയേറ്ററിൻ്റെ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ട്, കണ്ടൻസർ യൂണിറ്റിൻ്റെ ഹീറ്റ് കളയാൻ വേണ്ടി വേറൊരു ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഫാൻ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫാൻ കറങ്ങുന്നതാണ്. ആ ഫാൻ ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പൈപ്പിൽ ഇപ്പോൾ AC ഓണാണ്. ഈ പൈപ്പ് പിടിക്കുന്ന സമയത്ത് നല്ല തണുപ്പ് എനിക്ക് കിട്ടും. അതായത് ഒരു IC പിടിക്കുന്ന ആ ഒരു തണുപ്പ്, IC പിടിക്കുന്ന സെയിം ഫീൽ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു പൈപ്പിൻ്റെ കേസിൽ. ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റേഡിയേറ്റർ ഫാനിൻ്റെ കേസ് ഇട്ട് ആ ഫാൻ കറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഞാൻ AC ഓണാണ്, ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിനകത്ത് കയറിയിട്ട് ഓക്കെ, കണ്ടോ, ഇപ്പോൾ AC ഓണാണ്, സെക്കൻഡ് സ്പീഡിലാണ് കിടക്കുന്നത്, ഏറ്റവും കോൾഡ് കണ്ടീഷനാണ്, ഇതിൽ നല്ല തണുപ്പും വരുന്നുണ്ട്. ഞാനൊന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കേണ്ട നമ്മുടെ AC കംപ്രസറാണ്. AC കംപ്രസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈ പൈപ്പ് ഒന്ന് എല്ലാവരും നോക്കുക. ഈ പൈപ്പ് ചെന്ന് കയറുന്ന പോർഷൻ, അതായത് ഈ കാണുന്ന ഒരു യൂണിറ്റ്, ആ യൂണിറ്റിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം വരുന്നുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. വാഹനം സ്റ്റാർട്ട് ചെയ്തു. യെസ്, സ്റ്റാർട്ട് ചെയ്തു. AC ഇപ്പോൾ ഓണാണ്.
ആ AC കംപ്രസർ ബെൽറ്റ് മാത്രം എപ്പോഴും 24 hours കറങ്ങിക്കൊണ്ടിരിക്കും. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുക. ആ പുള്ളി ചുമ്മാ കറങ്ങും. ഈ പുള്ളിയുടെ നടുക്കുള്ള പോർഷൻ കറങ്ങത്തില്ല, അത് സ്റ്റക്കായിട്ട് നിൽക്കും. അത് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിൽ എപ്പോഴാണോ കറണ്ട് ചെല്ലുന്നത്, അതായത് ECM എപ്പോഴാണോ കറണ്ട് കൊടുക്കുന്നത്, അന്നേരമാണ് അത് ക്ലച്ച് പിടിക്കുന്നത്. അതിനകത്തൊരു ക്ലച്ച് വരുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ക്ലച്ചാണ് വരുന്നത്. ആ ക്ലച്ച് പിടിച്ചിട്ടാണ് ഈ ഒരു കംപ്രസറും കൂടി കറങ്ങുന്നത്. അങ്ങനെ കംപ്രസർ കറങ്ങുന്ന സമയത്ത് നമ്മുടെ AC-ക്ക് പവർ ഉണ്ടാവും. അപ്പം ഈ ഒരു കംപ്രസർ ക്ലച്ച് പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യവും നടക്കത്തില്ല. അതായത് റേഡിയേറ്ററിൻ്റെ ഫാൻ കറങ്ങത്തില്ല, ഈ ഞാൻ പറഞ്ഞ പൈപ്പിൽ തണുപ്പ് വരത്തില്ല, ഇതൊന്നും വർക്ക് ആകത്തില്ല AC കംപ്രസർ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് പിടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അത് പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസിനകത്ത് AC-യുടെ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ AC കംപ്രസർ ഫ്യൂസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. റേഡിയേറ്റർ, ഫോഗ്, ഈ കംപ്രസർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും CPRSR എന്ന് പറഞ്ഞ് കംപ്രസർ ഫ്യൂസ് വരുന്നുണ്ട്. ആ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ കംപ്രസറിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ ആ കംപ്രസറിൻ്റെ ഫ്യൂസ് മാറിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് സ്വയമേ ചെക്ക് ചെയ്ത് കുറച്ചെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഇത്രയും പറഞ്ഞ 3 കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് വേറെ കുഴപ്പമില്ല. AC ഓക്കെയാണ്. ഈ പറഞ്ഞ കംപ്രസർ പിടിക്കുന്നുണ്ട്, ഇവിടെ പൈപ്പ് തണുക്കുന്നുണ്ട്, റേഡിയേറ്ററും ഫാൻ കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ടെമ്പറേച്ചറിന് ഇത് മാറിക്കിടക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതും കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ 100% നമ്മുടെ വാഹനത്തിൽ തണുപ്പ് കിട്ടണം. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതിലൊന്നും, അതായത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ കംപ്രസറിൻ്റെ ഞാൻ പറഞ്ഞ പോലെ കംപ്രസറിൻ്റെയൊക്കെ നമുക്ക് ഫ്യൂസ് നോക്കി അറിയാൻ പറ്റും. ഈ പൈപ്പിൻ്റെ ഇതിനകത്ത് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഗ്യാസ് ഇല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോവുക, അതായത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോവുക. അവിടെ ചെന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ കംപ്ലയിൻറ്റ് എന്നാന്ന് നോക്കി റെക്ടിഫൈ ചെയ്തെടുക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അത് മുമ്പോട്ട് കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ AC യൂണിറ്റ്സിനെല്ലാം കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്.